ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി അമ്മൂസ് കളക്ഷനിലോട്ട് സ്വാഗതം. നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ കുറച്ച് പാർട്ടി വെയർ സാരീസ് ആണ് കാണുന്നത്. പാർട്ടി വെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ഹൈ ബഡ്ജറ്റ് സാരീസ് ആണ് നമ്മളിന്ന് കാണുന്നത്. കാഞ്ചീപുരം സോഫ്റ്റ് സിൽക്കും അതുപോലെ തന്നെ സെമി ജൂട്ട് സിൽക്കിലൊക്കെ എംബ്രോയിഡറി ചെയ്തിരിക്കുന്നത് ഓണത്തിനും അതുപോലെ തന്നെ ഒരു പാർട്ടി, ഒരു കല്യാണത്തിനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഫംഗ്ഷൻസിനും ഉടുക്കാൻ പറ്റിയ രീതിയിലുള്ള സാരിയാണ് നമ്മളിത് കാണുന്നത്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇത് ഇത്തിരി ഹൈ ലെവൽ ബഡ്ജറ്റഡ് സാരീസ് ആണ്. നമ്മൾ യൂഷ്വലി ഞാൻ കാണിക്കുന്ന എല്ലാം 1500 to 2500 റേഞ്ചിലുള്ള സാരീസ് ആണ് യൂഷ്വലി ഞാൻ കാണിക്കുന്നത്. കോട്ട, ചെക്ക് കോട്ട, സിൽക്കി കോട്ട, അങ്ങനത്തെ സാരീസ് എല്ലാം ഓർഗൻറ്റിക്ക്. പക്ഷെ ഇത് ഞാൻ പറഞ്ഞു കാഞ്ചീപുരം സോഫ്റ്റ് സിൽക്ക് ഒക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെതായ റേഞ്ച് വ്യത്യാസം ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇത് ഞാൻ കാണിക്കുന്ന സൈസ് എല്ലാം സിംഗിൾ പീസസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഉടനെ തന്നെ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലത്തെ വേറെ ഏതെങ്കിലും മെറ്റീരിയലിൽ ഇതുപോലത്തെ വർക്ക് വേണമെന്നുണ്ടെങ്കിൽ അതായാലും നിങ്ങളുടെ റിക്വയർമെൻറ്റ്സ് എന്തും നിങ്ങൾക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ സാരീസ് ഡീറ്റെയിൽഡ് ആയിട്ട് കണ്ടു നോക്കാം. കണ്ടതിന് ശേഷം ഇത് രണ്ട് സാരീസും വിത്ത് ബ്ലൗസ് പീസസ് ആണ്. അപ്പം കണ്ടതിന് ശേഷം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അറിയിക്കുക. അപ്പോൾ ആദ്യത്തെ സാരി തന്നെ ഓണം സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സാരിയാണ്. ഓണത്തിന് കൊടുക്കുക, അതുപോലെ തന്നെ ഒരു വേറെ ഏത് ഫംഗ്ഷനും കൊടുക്കാൻ പറ്റിയ ഒരു ബാപ്റ്റിസ് ആണെങ്കിൽ ബാപ്റ്റിസിന് കൊടുക്കാം. അതല്ല ഒരു കല്യാണമാണെങ്കിൽ കല്യാണത്തിനോ, കയറി താമസമാണെങ്കിൽ ഹൗസ് വാമിംഗ് ആണെങ്കിൽ ഹൗസ് വാമിങ്ങിന് കൊടുക്കാൻ പറ്റിയ രീതിയിലുള്ള ഒരു സാരിയാണ്. അപ്പം അത് വൈറ്റ് കളർ സാരിയാണ്. പ്യോർ മിൽക്ക് വൈറ്റ് പോലെയല്ല, ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡാണ്. അതിൻ്റെ അകത്ത് ഓൾറെഡി തന്നെ ഇതിൻ്റെ അകത്ത് ഗോൾഡൻ ഷെയ്ഡുള്ള ബോർഡറാണ് ഉള്ളത്. അതുപോലെ തന്നെ എന്നുവെച്ചാൽ ഗോൾഡ് എന്ന് പറഞ്ഞാൽ ആൻറ്റിക് ഗോൾഡ് ഷീറ്റാണ്, പ്യോർ ഗോൾഡ് അല്ല. അതിൻ്റെ അകത്ത് നമ്മൾ എംബ്രോയ്ഡറി ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു എംബ്രോയ്ഡറി മോട്ടീവ്സ് ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഞാൻ അടുത്ത് കൊണ്ടൊന്ന് കാണിക്കാം. ഇങ്ങനെയാണ് അതിൻ്റെ എംബ്രോയ്ഡറി പാറ്റേൺ വന്നിരിക്കുന്നത്. ഇതാണ് അതിൻ്റെ പാറ്റേൺ. മെറൂണും റെഡും കോമ്പിനേഷനാണ് ഫ്ലവേഴ്സിന് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. അപ്പം ഈ സാരിയുടെ മുന്താണിയുടെ സെൻറ്റർ പോർഷനിലും അത് ഞാൻ ശരിക്കും ക്ലോസപ്പായിട്ട് കാണിക്കാം. ഇങ്ങനെയാണ് വരുന്നത് മുന്താണിയിൽ രണ്ട് സൈഡിലും, അപ്പുറത്തെ സൈഡിലും നടുക്ക് പോർഷനിൽ ഇതുപോലെ രണ്ട് ഫ്ലവർ ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും ഉണ്ട് ഡിസൈൻ. അപ്പം ഇങ്ങനെയാണ് ഡിസൈനിങ് വരുന്നത്. ഇത് സാരി ഞാൻ പ്ലീറ്റഡ് ആയിട്ട് വെക്കാനുള്ള രീതിയിലാണ്. അപ്പോൾ ഇങ്ങനെ ബോർഡറിൽ കൂടെ ഇങ്ങനെ ഡിസൈൻ പൊയ്ക്കൊണ്ടിരിക്കുക. പ്ലീറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇത് ഇങ്ങനെയായിരിക്കും വരുന്നത്. സാരിൻ്റെ ഡിസൈനിങ് ഇങ്ങനെയാണ് വരുന്നത്. പ്ലീറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ ഫുൾ താഴത്തോട്ട് പോകുന്ന പോർഷൻ വരെ ഇത് കണ്ടിന്യൂസ് ഇങ്ങനെ ഡിസൈനിങ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഒരു ഫംഗ്ഷന് പോകുമ്പോൾ മിക്സ് ആൻഡ് മാച്ച് വേണമെങ്കിൽ ഇടണമെങ്കിൽ അങ്ങനെ ഇടാം. നിങ്ങൾക്ക് ഡിസൈനർ ബ്ലൗസ് വേണമെങ്കിൽ ഇത് വിത്ത് ബ്ലൗസ് പീസ് ആണ്. സെയിം വൈറ്റ് ബ്ലൗസ് പീസിൽ ഈ ബോർഡർ വരുന്ന ബ്ലൗസ് പീസ് തന്നെയാണ് ഇതിനുള്ളത്. എല്ലാം നിങ്ങൾക്ക് വേണ്ട വേറെ ഏതെങ്കിലും ബ്ലൗസ് പീസ് വേണമെന്നുണ്ടെങ്കിൽ അതായാലും ഇടാം. പക്ഷേ ഇതിൻ്റെ ഒരു എലഗന്റ് ലുക്ക്, ഒരു എടുപ്പ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വിത്ത് ബ്ലൗസ് ഇടുമ്പോഴാണ് കുറച്ചും കൂടെ ഭംഗി. അല്ല, ചിലവർക്ക് മിക്സ് ആൻഡ് മാച്ച് ആണ് താല്പര്യം എന്നുണ്ടെങ്കിൽ ഇതിന് ബ്രോക്കേഡ് ബ്ലൗസ് പീസ് റെഡ് മെറൂണൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും. അതല്ല ഇത് വിത്ത് ബ്ലൗസ് പീസ് ഇന്നാണ് എനിക്ക് കൂടുതൽ താല്പര്യം. വിത്ത് ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ട് തന്നെ ഇട്ടിട്ട് ഓർണമെന്റ്സ് ഇടുവാണെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയുണ്ട്. അപ്പോൾ ഇതുപോലെ ബോർഡർ വൈസ് ഈ വൺ സൈഡ് ആണ് ഉള്ളൂ. ഇതുപോലെ ഡിസൈനിങ് പോയിക്കൊണ്ടിരിക്കുക. ഇത് മൊത്തത്തിൽ ഈ സാരിയിൽ 22 ഇതുപോലത്തെ 20 പാറ്റേൺസ് ആണ് ഇതുപോലത്തെ വരുന്നത്. ഇതുപോലെ ഫ്രണ്ടിൽ മുന്താണിയിൽ രണ്ട് സൈഡിലും നടുക്കും ഡിസൈൻ ഉണ്ട്. പിന്നെ ഫുൾ ബോർഡർ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പ്ലീറ്റ്സിലില്ല. പ്ലീറ്റ്സിന് തൊട്ട് മുമ്പ് വരെ ഈ ഒരു ഡിസൈൻ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക, പ്ലീറ്റ്സിൽ ഇല്ല. അപ്പോൾ ഇങ്ങനെയാണ് ഡിസൈനിങ് വരുന്നത്. ബ്ലൗസ് പീസിലും ഡിസൈനിങ് വരുന്നില്ല. ഇതൊരു സെമി റോ സിൽക്ക് മെറ്റീരിയൽ ആണ്. ഇതിൻ്റെ വിത്ത് ബ്ലൗസ് പീസും 1 മീറ്റർ ബ്ലൗസ് പീസും ഉണ്ട്. ഇത് റെഡി ഫോർ സെയിലാണ്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 5980 ആണ് ഇതിൻ്റെ റേറ്റ്. ഒരു നല്ല പാർട്ടി വെയർ മെറ്റീരിയലാണ്. കുറച്ചുകൂടി ഞാൻ സൂം ചെയ്ത് ഇതിൻ്റെ വർക്ക് കാണിച്ചു തരാം. ഇങ്ങനെയാണ് സാരിയുടെ മുന്താണി വരുന്നത്. മുന്താണിയുടെ നടുക്കും 2 ഡിസൈൻ ഉണ്ട്, മറു സൈഡിലും 2 ഡിസൈൻ ഉണ്ട്. ഇങ്ങനെയാണ് ഡിസൈൻ വരുന്നത്. ഇതിൻ്റെ മെറൂൺ കളർ ഫ്ലവറും റെഡ് കളർ ബൂളിയൻ നോട്ടും
ഒലീവ് ഗ്രീൻ, ഡാർക്ക് ഒലീവ് ഗ്രീൻ സ്റ്റെമ്മും പിന്നെ നടുക്കൊരു ഫ്രഞ്ച് നോട്ട് യെല്ലോ കളറും ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതൊരു ജൂട്ടും സെമി റോ സിൽക്കിൻ്റെയും കൂടെ ഒരു ആ ഒരു എഫക്റ്റിലുള്ള മെറ്റീരിയലാണ്. അപ്പോൾ ഇതിന് തടിച്ച് വീവിങ് കാണുന്ന രീതിയിലുള്ള മെറ്റീരിയലാണ്. ഗോൾഡൻ ആൻറ്റിക് ഗോൾഡ് കളർ കരയും ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇതുവരെ. അപ്പോൾ അത് ഓണത്തിനും ഉടുക്കാം, അതുപോലെ തന്നെ പാർട്ടിക്കും ഉടുക്കാവുന്ന രീതിയിലാണ്. ഇതുപോലത്തെ ഡിസൈൻ ഇങ്ങനെ ബോർഡറിൽ കൂടെ ഇങ്ങനെ കണ്ടിന്യൂസ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ ബോർഡറിൽ കൂടെ ഡിസൈനിങ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ടിന്യൂസ് ബോർഡർ ഉണ്ട്. അങ്ങനെ 20 ഫ്ലവേഴ്സാണ് ഇതുപോലത്തെ പാറ്റേൺസ് ആണ് ഉള്ളത്. താഴത്തെ ബോട്ടം പ്ലീറ്റ്സിലൊന്നും ഡിസൈനിങ് ഇല്ല, പക്ഷേ അതുവരെയുള്ള പോർഷനിൽ ഇതുപോലത്തെ ഡിസൈനിങ് വരുന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് വൈറ്റിൽ ഈ ഒരു കളർ കോമ്പിനേഷൻ ആയതുകൊണ്ട് നല്ലോണം എടുത്ത് നിൽക്കും. ഇത് ഓണത്തിനൊക്കെ ബെസ്റ്റ്, ഞാൻ പറയുകയാണെങ്കിൽ നല്ലൊരു ബെസ്റ്റ് ചോയ്സാണ്. ഓണത്തിൻ്റെ പാർട്ടി വെയർ ഫംഗ്ഷനൊക്കെ കൊടുക്കാൻ പറ്റിയൊരു ഡിസൈനിങ്ങുമാണ്. റെഡും അതിനകത്തുള്ള ഓർണമെൻറ്റ്സും ഇട്ടാൽ നല്ല ഭംഗിയായിരിക്കും. അടുത്തത് ഒരു കാഞ്ചീപുരം സോഫ്റ്റ് സിൽക്കാണ്. ഒരു മെറൂണും ബ്രൗൺ ഷെയ്ഡും കൂടെ മിക്സായി വന്ന ഒരു കളറാണ് സാരിയുടെ. ഇത് ഫുൾ സ്കാലപ്പാണ്. സാരിയുടെ രണ്ട് പോർഷനും ഫുൾ സ്കാലപ്പാണ് ചെയ്തിരിക്കുന്നത്. മുന്താണി ഇതുപോലെയാണ് വരുന്നത്. ഹെവി വർക്ക് ആയിട്ടാണ് മുന്താണി വരുന്നത്. അപ്പോൾ മുന്താണിൻ്റെ ഒരു കോർണറിൽ ഇതുപോലെ ഡിസൈൻ, മറു കോർണറിൽ അത്രയ്ക്ക് ഹെവി അല്ല, എന്നാലും ഡിസൈനിങ് ഉള്ള രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. മറു സൈഡിൽ ഈ ഒരു ഷേപ്പിൽ ഇത്രയും ഉള്ള ട്രയാങ്കിൾ ഷേപ്പാണ് മറു സൈഡിൽ വരുന്ന ഡിസൈൻ. രണ്ട് സൈഡിലും ഡിസൈനിങ് ഉണ്ട്. അഴിച്ചിട്ടിട്ടുണ്ടെങ്കിൽ എന്ന് വെച്ചാൽ ഞെറി എടുത്ത് ഇങ്ങനെ പിടിക്കുവാണെങ്കിൽ, ഞെറിഞ്ഞു കൊടുക്കുന്നത് ഇങ്ങനെ ഞെറി പിടിക്കുവാണെങ്കിൽ, മുന്താണി ഇങ്ങനെ പിടിക്കുവാണെങ്കിൽ രണ്ട് സൈഡിലും ഇതുപോലെ കട്ട് വർക്ക്, ഇത് ട്വൈൻ കട്ട് വർക്ക് ആണ് വന്നിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇതിന്റെ ഫ്രണ്ട് ഷോൾഡർ പ്ലീറ്റിലാണ്. ഷോൾഡർ പ്ലീറ്റിൽ വരുമ്പോൾ ഇതുപോലെയാണ്. ഇത് ചെസ്റ്റ് അല്ല, ഷോൾഡർ ആട്ടോ, ഞാൻ ഇവിടെ വെച്ച് കാണിക്കണമെന്നേ ഉള്ളൂ. ഞെറിഞ്ഞെടുത്ത് വെക്കുമ്പോൾ ഇതുപോലത്തെ ഒരു രണ്ട് ഡിസൈനാണ് ഷോൾഡർ പ്ലീറ്റിൽ വരുന്നത്. ചെസ്റ്റ് അല്ല, ഷോൾഡർ പ്ലീറ്റ് ആണ്. ഞാൻ എടുത്തെടുത്ത് പറയുന്നു, ഞാനിങ്ങനെ വെച്ച് കാണിക്കുന്നേ ഉള്ളൂ. ഇത് ഷോൾഡർ പ്ലീറ്റിലാണ് ഈ ഒരു പാറ്റേൺ വരുന്നത്. ഇത് ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈനിങ് വരുന്നത്. ഇതായിരിക്കും അതിൻ്റെ ഒരു ട്വൈൻ കട്ട് വർക്കിൻ്റെ സെൽഫ് കളറാണ് എംബ്രോയ്ഡറി നമ്മൾ ചെയ്തിരിക്കുന്നത്. ആ സാരിയുടെ സെയിം കളറിലുള്ള കട്ട് വർക്ക് പാറ്റേൺ ആണ് നമ്മൾ കട്ട് വർക്ക് ചെയ്യാനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനത്തെ ഒരു വലിയൊരു ഡിസൈനാണ്. ഒരു 12 ഇഞ്ചിൻ്റെ അത്രത്തോളം നീളം ഉള്ള ഒരു ഡിസൈനിങ് ആണ് ഇത്. ഇത് രണ്ടെണ്ണമാണ് ഷോൾഡർ പ്ലീറ്റിൽ വരുന്നത്. പിന്നെ ഇതുപോലെ തന്നെ ഒരു ഡിസൈൻ കാലിൻ്റെ അവിടെയും റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിലും ഉണ്ട്. ഇതിനകത്ത് സാരി ഫോൾ അറ്റാച്ച്ഡ് ആണ്. രണ്ട് ബോർഡറും സാരിയുടെ രണ്ട് ബോർഡറും ഇതുപോലെ സ്കാലപ്പും ചെയ്തിട്ടുണ്ട്. ഇത് വിത്ത് ബ്ലൗസ് പീസ് ആണ് വരുന്നത്. ബ്ലൗസ് പീസിൻ്റെ സ്ലീവിലും ഇതുപോലെ തന്നെ കട്ട് വർക്ക് നല്ലോണം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഫുൾ സ്ലീവിലും ഇതുപോലത്തെ കട്ട് വർക്ക് പാറ്റേൺ വരുന്നതായിരിക്കും. സെൽഫ് എംബ്രോയ്ഡറി നിങ്ങൾ കട്ട് വർക്ക് പാറ്റേൺ ബ്ലൗസിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ലൈനിങ് വെക്കാൻ നേരത്തെ ശ്രദ്ധിക്കണം. ലൈനിങ് വെക്കുമ്പം ഇവിടെ ലൈനിങ് വരാതെ നിങ്ങൾ തയ്യൽക്കാരുടെ ഇടയിൽ കൊടുക്കുമ്പോൾ ഇവിടെ ഇത്രയും പോർഷൻ ലൈനിങ് വരാൻ പാടില്ല. ഇവിടെ സ്കിൻ കാണണം, എന്നാലാണ് ആ കട്ട് വർക്കിൻ്റെ ഇതുണ്ടാവുള്ളൂ. അപ്പോൾ ഇത്രയും പോർഷൻ കട്ട് വർക്കിൻ്റെ അവിടെ ലൈനിങ് വെക്കാതെ രീതിയിൽ തയ്ക്കാൻ തയ്യൽക്കാരോട് പറയണം. എന്നാലാണ് ആ ഒരു വർക്ക് നമ്മൾ ചെയ്തതിന് ഒരു ഭംഗി കിട്ടത്തുള്ളൂ ബ്ലൗസിൽ. അത്രയും ഭാഗം ലൈനിങ് പോയിട്ടുണ്ടെങ്കിൽ അതൊരു അഭംഗിയായിരിക്കും. നമ്മുടെ വർക്ക് അത്രയും കാണത്തില്ല, നമ്മൾ ചെയ്ത ഇതിന് ഒരു ഫിനിഷിങ് കിട്ടത്തില്ല, ലുക്ക് കിട്ടത്തില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതും ഞാൻ സൂം ചെയ്ത് കാണിക്കാം. ഇത് സിൽക്ക് മാർക്ക് ഉള്ള സാരിയാണ്, കാഞ്ചീപുരം സോഫ്റ്റ് സിൽക്ക് സാരിയാണ്. ഇതിനകത്ത് സിൽക്ക് ഹോൾമാർക്ക് ഉള്ളതാണ്. ഇതും റെഡി ഫോർ സെയിലാണ്. ഇതിൻ്റെ റേറ്റ് 9500 ആണ് ഇതിൻ്റെ റേറ്റ്. താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഇന്ന് നമ്മൾ 2 സാരീസാണ് കാണുന്നത്. ഒന്ന് സെമി റോ സിൽക്കിൻ്റെ സാരികൾ നല്ലോണം എംബ്രോയ്ഡറി ചെയ്തിരിക്കുന്ന ഒരു വൈറ്റ് സാരി വിത്ത് ഗോൾഡൻ ബോർഡർ ഉള്ളതും, അതുപോലെ തന്നെ ഒരു സോഫ്റ്റ് കാഞ്ചീപുരം സോഫ്റ്റ് സിൽക്ക് സാരികൾ ട്വൈൻ കട്ട് വർക്ക് ഫുൾ ബോർഡർ സ്കാലപ്പും ആയിട്ടുള്ള സാരീസാണ് നമ്മൾ കാണുന്നത്. ഈ 2 സാരീസും നല്ലോണം പാർട്ടി വെയറിന് നല്ലോണം പോകുന്ന സാരീസാണ്. താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ ഓണ സീസണാണ്, കല്യാണങ്ങളുടെ സീസണാണ്, ഇഷ്ടംമാതിരി ഫങ്ഷൻസ് വരുന്നുണ്ട്. അപ്പോൾ അതിനെ കൊടുക്കാൻ പറ്റിയ ഒരു 2 സാരീസാണ് നമ്മളിന്ന് കണ്ടത്. ഇതുപോലത്തെ സാരീസ് വേണമെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അൻറ്റിൽ ദെൻ ബൈ.